യെസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ മോർണിംഗ് വാക്ക് അതിന്റെ പകുതി ഘട്ടം പൂർത്തിയാവുകയാണ്. 6:30 കഴിയുന്നു. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 6:33 ആയിരിക്കുന്നു. നമ്മൾ ഫോർട്ട് കൊച്ചിയാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ഓറോ സർവീസ് ഒക്കെ ആക്റ്റീവായി വരുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് നമ്മൾ ഉണ്ട്. അതിന് പിറകിൽ നമുക്ക് കാണാം ഫോർട്ട് കൊച്ചിയുടെ മറ്റൊരു മുഖം. അങ്ങനെ ആ നടപ്പിങ് തുടരുകയാണ്. പല ചരിത്ര നിർമ്മിതികളും അവിടെയും ഇവിടെയായിട്ടൊക്കെയുണ്ട്. പോർച്ചുഗീസ് നിർമ്മാണ രീതിയൊക്കെ ഉപയോഗിച്ചുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം വാസ്കോ ഡ ഗാമ സ്ക്വയറിന്റെ ഒരു ഭാഗം കൂടിയാണ്. തീർച്ചയായിട്ടും കുറച്ച് അപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനമായി നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലുമാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വൻ തീപിടുത്തമുണ്ടായെന്നാണ് വാർത്ത. ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച ട്രക്കിനാണ് തീപിടിച്ചത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഈ തീപിടിക്കാനുള്ള കാരണം ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതോ മറ്റോ ആയിരിക്കുമല്ലോ. എന്താണ് കാരണം? ഏറ്റവും പുതിയ വിവരങ്ങൾ. ക്രിസ്റ്റീന പ്രജിൻ, ഈ ഗാസിയാബാദിലെ ബോപുര ചൌക്കിലാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ട്രക്കിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തത്തിന്റെ കാരണം, എങ്ങനെയാണ് തീ ആരംഭിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വ്യക്തതയില്ല. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് വലിയ വെല്ലുവിളി നിറഞ്ഞ ശ്രമമാണ് എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. കാരണം തീ പിടിച്ച ഈ ട്രക്കിന്റെ ഭാഗങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് നിറച്ച കുറ്റികളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് രക്ഷാപ്രവർത്തകരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. ഇപ്പോഴും ശ്രമം തുടരുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളാണ് പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഈ അപകടത്തിലാർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ഫയർഫോഴ്സ് ടീമിനെയും ഒപ്പം തന്നെ പോലീസിനെയും ഈ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ശ്രമകരമായ ഒരു ദൌത്യം, വെല്ലുവിളി നിറഞ്ഞ ഒരു ദൌത്യം എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുകയാണ്. ക്രിസ്റ്റീന പ്രജിൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് പിറകിലുള്ള ഈ ദൃശ്യം കൂടി പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരുന്നു. നമുക്ക് ഈ പറയുന്ന പോലെ ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ എന്തൊക്കെ ആസ്വദിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കാം എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന പോലെ ചെറിയ ബോട്ടുകൾ മുതൽ ചെറിയ ചെറിയ ഷിപ്പുകൾ അതൊക്കെ നമുക്ക് കാണാം. അതിമനോഹരമായ പ്രകൃതിയാണ്, പോസിറ്റീവായ അന്തരീക്ഷമാണ്. പക്ഷെ വാർത്തകൾ നെഗറ്റീവാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ അവരുടെ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നുണ്ട്. ആ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്, വാർത്തയുടെ റിപ്പോർട്ട് കൂടി പോവാണ് അല്ലേ? അതെ, എറണാകുളം ചോറ്റാനിക്കരയിൽ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം കേസിൽ സമഗ്ര അന്വേഷണം നടത്തും. ഗ്ലോബൽ സ്കൂൾ അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. മെഹിർ മുഹമ്മദിന്റെ അമ്മയുടെ പരാതിയിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും. തൃക്കാക്കര ACPക്കാണ് അന്വേഷണ ചുമതല. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തും. ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും KSU പരാതി നൽകും. സ്കൂൾ അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരും പോലീസും ഇടപെടണമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഇതിന്റെ പശ്ചാത്തലത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാർച്ച് നടത്തും. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് സഹാനുഭൂതിയാണെന്ന് നടൻ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. വിഷയം ചെറുതല്ല എന്നും ഗൗരവത്തോടെ ഭരണകൂടം പരിഗണിക്കണമെന്നും നടി സാമന്തയും സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 24 കൊച്ചി. യെസ്, നമുക്കിനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. അത് അമേരിക്കയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്, അതിലേക്കാണ് അല്ലേ? ഈ വിമാനാപകടം അവിടെ തുടക്കത്തിലാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മറ്റൊരു അപകടത്തിന്റെ വാർത്ത വരുന്നു. ഫിലാഡൽഫിയയിലാണ് ഒരു ചെറു വിമാനം തകർന്നു വീണു എന്ന വാർത്ത വരുന്നത്. ശരി, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. അവിടെ വൈകുന്നേരമാണല്ലോ. കഴിഞ്ഞ ദിവസം ഉണ്ടായ വാഷിംഗ്ടൺ DC-യിലുണ്ടായ വിമാനാപകടം അത് വലിയൊരു സ്കെയിലുള്ളതായിരുന്നു. ഇപ്പോൾ ഫിലാഡൽഫിയയിലും ഒരു വിമാനാപകടം കൂടി ഉണ്ടായിരിക്കുന്നു. ആദ്യത്തെ കേസിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് തമ്മിൽ കണക്ഷൻ അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്ത്യൻ പ്രജിൻ. പറഞ്ഞതുപോലെ വീണ്ടും ഒരു വിമാനത്തെ അപകട വാർത്തയാണ്. അതും വാഷിംഗ്ടൺ DC-ന്ന് അധികം ദൂരമല്ല ഈ ഫിലഡൽഫിയയിലേക്ക്. അല്പസമയം മുമ്പ്, ഏതാണ്ട് പ്രാദേശിക സമയം 6 മണി കഴിഞ്ഞ് ഉടനെയാണ് ഈ ചെറുവിമാനം ഈ അപകടത്തിൽപ്പെട്ട വാർത്ത വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഫിലഡൽഫിയ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ തകർന്നു വീണത്. റൂസ്വെൽറ്റ് ബുൾവാർഡ് എന്ന് പറഞ്ഞ് വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ വിമാനം തകർന്നു വീണത്. സ്പ്രിംഗ്ഫീൽഡ് മിസോറിയിലേക്ക്
പോകുമായിരുന്നു ഈ ചെറുവിമാനം. ബസ്റ്റിൽട്ടൺ അവന്യൂ സമീപം റൂസ്വെൽറ്റ് മാളിന് സമീപമാണ് ഈ വിമാനം തകർന്നു വീണത്. ഈ ഭാഗത്തെ റോഡുകളെല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ജെറ്റ് റെസ്ക്യൂ എയർ ആംബുലൻസിന്റെയാണ് ഈ കോർപ്പറേറ്റ് വിമാനം. ലിയർ ജെറ്റ് 55 എന്ന വിമാനമാണ്. ഇത് മരുന്നുകളും അതുപോലെ വൈദ്യ ഉപകരണങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു വിമാനമായിരുന്നു. വിമാനത്തിലുള്ളവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. വിമാനത്തിനുള്ളിൽ 2 പേർ ഉണ്ടായിരുന്നു എന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളും വരുന്നുണ്ട്. ഈ വിമാനം തകർന്നതിനെ തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്കും അതുപോലെ ഭവനങ്ങൾക്കുമൊക്കെ തീ പിടിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ക്രിസ്റ്റീൻ പ്രജിൻ. മധു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡൊണാൾഡ് ട്രംപിന്റെ സ്വയറിംഗ് ഇൻ സെറിമണി അന്ന് നമ്മൾ കണ്ടതാണ്. അതിലെ പ്രഖ്യാപനങ്ങളും പുതിയ നയമാറ്റങ്ങളും ഒക്കെ കണ്ടതാണ്. അതിൽ പല എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലും ഒപ്പുവെച്ചതുമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഈ ഇറക്കുമതി തീരുവ, ഉയർന്ന തീരുവ, അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നാണ്. അപ്പോൾ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരണങ്ങൾ ഉണ്ടാവുക? ഈ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവയാണല്ലോ കൂട്ടിയിരിക്കുന്നത്. പ്രജിൻ, ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു തീരുമാനമാണിത്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുമെന്നാണ് വൈറ്റ് ഹൗസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% ഏർപ്പെടുത്തുക. ശനിയാഴ്ച മുതലായിരിക്കും ഇത് നിലവിൽ വരിക. ഇതോടെ ഈ രാജ്യങ്ങളിൽ നിന്ന് US വരുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുവാൻ ഈ പുതിയ തീരുമാനം കാരണമാകും. US പ്രസിഡന്റായി അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ ഈ താരിഫുകൾ പുറപ്പെടുവിക്കുമെന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അതുപോലെ US ഈ അനധികൃത ഫെന്റനൈൽ ഇറക്കുമതി ചെയ്തതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രധാന കാരണമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 3 രാജ്യങ്ങളുമായി US അതുപോലെ വ്യാപാര കമ്മിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരുവ ഒഴിവാക്കുവാൻ കഴിയില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുപോലെ കളിപ്പാട്ടങ്ങൾ, ഷൂസ്, ഇങ്ങനെ തടി, കാറുകൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് US ഉപഭോക്താക്കളും ബിസിനസ്സുകാർക്കും നൽകുന്ന പുതിയ ഈ ചുങ്കം ഏർപ്പെടുത്തിയതോടുകൂടി ഈ താരിഫുകളൊക്കെ വർദ്ധിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. എണ്ണ, പ്രകൃതി വാതക ഇറക്കുമതിക്ക് പുറമെ കമ്പ്യൂട്ടർ ചിപ്പുകൾ, സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്കും വരും ആഴ്ചകളിൽ തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പ്രജിൻ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അമേരിക്കയിൽ ട്രംപ് കൊണ്ടുവരുന്ന നയങ്ങൾ അത് ലോകവിമാകമാനം വ്യാപിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുത്തനെ കൂടിയതും രൂപയുടെ മൂല്യം താഴേക്ക് പോയതുമൊക്കെ. അപ്പോൾ ഈ ട്രംപൻ നയങ്ങൾ ഇനി എങ്ങനെ ഭാവിയിൽ ഓരോ രാജ്യങ്ങളെയും ബാധിക്കും, അതുകൂടെ കണക്കിലെടുത്ത് വേണം ഇന്നത്തെ ബജറ്റ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതെ അതെ, തീർച്ചയായിട്ടും നോക്കാം. നമുക്ക് എന്തായാലും നമ്മൾ ഏറ്റവും ആദ്യം പങ്കുവച്ച വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ചു എന്നായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ ആക്രമിച്ചു എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഇതിൽ ഇവരുടെ മോനാണെന്ന് വെച്ചാൽ നമുക്ക് 5 മക്കളുള്ളതിലെ ഒരാളാണ്. വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. അതിന് പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തത് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ്. അപ്പോൾ നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പം പുള്ളി നല്ല സംശയമുണ്ട്. കാരണം ഇതിന് 2-3 ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ലുകയും കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്നും വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുള്ളിയാ ചെയ്തെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. വിജയൻ എന്നാണ് ആളുടെ പേര്. മനീഷ് മഹിപാലാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്തത്. മനീഷ്, ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരുന്നു എന്താണ് കാരണം എന്നുള്ളത്. ആക്രമണമാണ്, മകൻ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യുക? കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് ഇതിന് കൃത്യമായി ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ ഈ മണിക്കൂറിൽ? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നിലവിൽ വലിയ സംശയങ്ങളുണ്ട്. കാരണം ഈ വീട്ടിലുണ്ടായിരുന്ന വിജയൻ, ഇവരെ കൂടാതെ വീട്ടിൽ താമസിച്ചിരുന്ന ഇവരുടെ ഏറ്റവും ഇളയ മകനാണ്. 5 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ്. 3 മക്കൾ നേരത്തെ മരിച്ചു പോയിരുന്നു. സ്വത്ത് തർക്കം നിലനിന്നതായി പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം ഈ രാഘവനെ മകൻ വിജയൻ ആക്രമിച്ചിരുന്നു. അങ്ങനെ കൈക്ക് ഒടിവുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപും രാഘവനെ ഈ മകൻ മർദ്ദിച്ചിരുന്നു. അതിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ മകൻ വിജയനോട്
കോടതിയോട് ഹാജരാകണം എന്ന് പറഞ്ഞിരുന്നു. ആ ദിവസമാണ് ഇന്ന്. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരും പറയുന്നത് വിജയനെ ഇന്നലെ രാത്രിയിലും വീട്ടിൽ കണ്ടതാണ്. ഈ സംഭവത്തിന് ശേഷവും ഇയാളെ ഇതിന് സമീപത്തെ സ്ഥലത്ത് വെച്ച് ഒരു കസേരയുമായി, കയ്യിൽ ഒരു കസേരയുമായി, വീട്ടിനുള്ളിലുണ്ടായിരുന്ന ഒരു കസേരയുമായി ഇയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായി നാട്ടുകാർ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഈ കസേരയും എടുത്തുകൊണ്ട് പോയെന്നുള്ള സംശയമുണ്ടത്. മറ്റൊരു തരത്തിൽ ആത്മഹത്യ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ള സംശയം പോലീസിനുണ്ട്. സ്വത്ത് തർക്കം നിലനിന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ കൊച്ചുമകൻ വിഷ്ണുവിന്റെ ഒരു ബൈറ്റാണ് അദ്ദേഹം പറയുന്നതാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന് സംശയമുണ്ട്, സൈക്കിൾ അടക്കം കാണാനില്ല. വിജയൻ വീട്ടിൽ ഉള്ളപ്പോഴൊക്കെ സൈക്കിൾ വീട്ടിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ സൈക്കിൾ അടക്കം മാറ്റിവെച്ച ശേഷം ആണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അപകടമല്ല, ഈ വീടിന് തീ എന്നുള്ള സംശയം ഇതോടെ ബലപ്പെടുകയാണ്. പക്ഷെ ഇനി വിജയനെ കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ മാന്നാർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനാണ് തീരുമാനം. മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ആണ് ഇവിടെ നിലവിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ബോഡി മാറ്റി മറ്റൊരു സ്ഥലത്ത് എത്തിച്ച ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ നടക്കും. നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മകൻ ഉപദ്രവിക്കുന്നു എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ നേരത്തെ നൽകിയതാണെന്നുള്ള ഒരു ഗുരുതരമായ വിഷയം കൂടി ഇവിടെ ഉണ്ട്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അടുത്ത വാർത്തയിലേക്ക് പോകാം. നമ്മൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് കുംഭമേള സന്ദർശിക്കുകയാണ്. 73 രാജ്യങ്ങളിൽ നിന്നുള്ള 116 നയതന്ത്ര ഉദ്യോഗസ്ഥരും മഹാകുംഭമേള സന്ദർശിക്കുന്നുണ്ട്. കുടുംബങ്ങളോടൊപ്പമാണ് നയതന്ത്ര പ്രതിനിധികൾ സന്ദർശനം നടത്തുക. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ന് മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതിയും നയതന്ത്ര ഉദ്യോഗസ്ഥരും സംഗമത്തിൽ സ്നാനം നടത്തും. എന്നാൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് സന്ദർശനം നടത്തുന്നത്. ഉന്നതരുടെ സന്ദർശനത്തെ തുടർന്ന് മഹാകുംഭ് പ്രദേശത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 30 പേർ മരിക്കാനിടയായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം അല്ലെ. ഡൽഹിയിലേക്ക് വന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള BJP പ്രചാരണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കുകയാണ്. ഡൽഹിയിലെ 2 റാലികൾ അമിത്ഷാ അഭിസംബോധന ചെയ്യും. MLA-മാർ കൂട്ടരാജിവെച്ചതോടെ ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയായി. MLA-മാരുടെ രാജി BJP പ്രചാരണത്തിൽ ചർച്ചയുമാക്കി. ആം ആദ്മി പാർട്ടിയോടുള്ള വിശ്വാസം അണികൾക്കും ഇല്ലാതായി എന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. അങ്ങനെ ഓരോ വാർത്തകളെ നമ്മളിങ്ങനെ കവർ ചെയ്യാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ കണ്ണൂരിലേക്ക് പോകണത്. അവിടെ നിന്നും CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തളിപ്പറമ്പിൽ തുടക്കമാകും എന്ന വാർത്ത അപ്ഡേറ്റ് വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി 3 ദിവസങ്ങളിലും സമ്മേളനത്തിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, വോട്ട് ചോർച്ച, ശക്തികേന്ദ്രങ്ങളിലെ BJPയുടെ രാഷ്ട്രീയ വളർച്ച, രാഷ്ട്രീയ വിവാദങ്ങൾ എന്നിവ സമ്മേളനത്തിൽ ചർച്ചയാകും. EP ജയരാജനെ കേന്ദ്രീകരിച്ച് ഉയർന്ന വിവാദങ്ങൾ, ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരായ ആരോപണം എന്നിവയും ചർച്ചകളിൽ ഇടം പിടിക്കും. നിലവിലെ സെക്രട്ടറി MP ജയരാജൻ ഒരു ടേം കൂടി തുടരാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് കൂത്താട്ടുകുളം നഗരസഭയുമായി ബന്ധപ്പെട്ടാണ്. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ CPIM നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നുണ്ടാകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് CPIM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. കലാരാജുവിനെ തങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ഹർജിക്കാരുടെ വാദം. കലാരാജു പാർട്ടി ഓഫീസിൽ സന്തോഷത്തോടെയാണ് ചെലവഴിച്ചത്. കൂത്താട്ടുകുളം താലൂക്ക് ആശുപത്രിയിൽ ആദ്യം നടത്തിയ പരിശോധനയിൽ കലാരാജുവിന്റെ ദേഹത്ത് പരിക്കുകളില്ലായിരുന്നുവെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു. സംഭവത്തിന്റെ 4 ദൃശ്യങ്ങൾ കൂടി കോടതി പരിശോധിച്ചിരുന്നു. അപ്പോൾ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്തിൽ മുന്നിൽ നിന്ന് നടന്ന് നമ്മളിപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് ജെട്ടി കേന്ദ്രീകരിച്ചുള്ള അത് ലക്ഷ്യം വെച്ചുള്ള ഒരു നടത്തത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അവിടെ എത്തണം നമ്മുടെ മോർണിംഗ് വാക്ക് അവസാനിക്കും മുൻപ്. ഇനി നമ്മൾ ഒരു സങ്കട വാർത്തയാണ്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ജീവിതത്തോട് മല്ലടിക്കുകയാണ് എഴുത്തുകാരനും നാടകനടനുമായ തൃശൂർ അരിമ്പൂർ സ്വദേശി റോബൻ. ചികിത്സയ്ക്കായി പണമില്ലാതെ നട്ടം തിരിയുന്നതിനിടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വീടും ജപ്തി ഭീഷണിയിലാണ് എന്നറിയുന്നു. കടുത്ത ബുദ്ധിമുട്ടിലാണ്. മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ പരേതനായ അരിമ്പൂർ പാപ്പച്ചന്റെയും പ്രേമയുടെയും മകനാണ് 53-കാരനായ റോബൻ. കൂലിപ്പണിയെടുത്താണ് കുടുംബം പോറ്റിയിരുന്നത്. കവിതയും നാടകവുമായിരുന്നു റോബന്റെ ആത്മാവ്. 2 പതിറ്റാണ്ടോളം അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചു. നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും
റോബനെ തേടിയെത്തി. കഴിഞ്ഞ മാസമാണ് റോബന്റെ ജീവിതം മാറിമറിയുന്നത്. തലയിൽ കണ്ടെത്തിയ മുഴ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ബ്രെയിൻ ട്യൂമറാണെന്ന് കണ്ടെത്തി. തലയിൽ ശസ്ത്രക്രിയ നടത്തി. ഇനി കീമോ ആരംഭിക്കണം. കൂട്ടുകാരും നാട്ടുകാരുമാണ് റോബന് സഹായവും പരിചരണവുമായി കൂടെ നിൽക്കുന്നത്. വീട്ടിൽ വിശ്രമിക്കുന്ന റോബന് തന്റെ അസുഖത്തെക്കാളേറെ കുടുംബത്തിന്റെ വിഷമങ്ങൾ സഹിക്കാനാകുന്നതിലപ്പുറമാണ്. ഇവർ താമസിക്കുന്ന കൈപ്പള്ളിയിലെ 3 സെന്റിലുള്ള വീട് ജപ്തി ഭീഷണിയിലാണ്. വർഷങ്ങൾക്ക് മുമ്പെടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് 7 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. റോബൻ കിടപ്പിലായതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു. തുടർ ചികിത്സയ്ക്കുള്ള പണവും ജപ്തി മറികടക്കാനുള്ള പണവും എങ്ങനെ കണ്ടെത്തുമെന്ന ചിന്തയിലാണ് റോബനെ സഹായിക്കാനായി മുരളി പെരുന്നെല്ലി MLA രക്ഷാധികാരിയായി സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. 24 തൃശൂർ. യെസ്, അപ്പോൾ അതാണ് എല്ലാവരുടെയും സഹായം വേണം എന്നാണ് അവിടെ നിന്നും ആവശ്യപ്പെടുന്നത്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ കഴിയുന്നവരൊക്കെ സഹായിക്കുകയാണ്. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. ഇനി നമുക്ക് ഒരു ഗൗരവമായ ചർച്ച നടന്നു കൊച്ചിയിൽ. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വരുംകാലത്തെ കേരളവും പ്രവാസ ലോകവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ച ജെയിൻ യൂണിവേഴ്സിറ്റി. കൊച്ചി ഇൻഫോ പാർക്കിൽ സോവിംഗ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്ന സംവാദത്തിന് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനാണ് നേതൃത്വം നൽകിയത്. കൊച്ചി ഇൻഫോ പാർക്കിലെ ഫ്യൂച്ചർ സബ്മിറ്റ് ഓഫ് 2025 എന്ന മേളയുടെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത്. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ സംവാദം നയിച്ചു. ഈ ചർച്ചയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഭൂതകാലത്തെ മറന്നുകൊണ്ടൊരു ഭാവി ഉണ്ടോ എന്നതിലേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചർച്ചയുടെ ഏറ്റവും വലിയൊരു സവിശേഷത, സർക്കാർ നയങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സാമാജികന്മാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. KS ശബരിനാഥൻ, MLA-മാരായ ചാണ്ടി ഉമ്മൻ, യു പ്രതിഭ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് എന്നിവർ ചർച്ചയുടെ ഭാഗമായി. കേരളത്തിലെ യുവത്വം പുറംനാടുകളിലേക്ക് ചേക്കേറുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചർച്ചയെന്നും വ്യക്തമായ തൊഴിൽ സാഹചര്യമില്ലാതെ ആരും വിദേശത്തേക്ക് പോകരുതെന്നും ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ജനാധിപത്യത്തിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെഴുതണമെന്ന് യു പ്രതിഭ MLA. വിദേശത്ത് ജോലി ലഭിക്കാത്ത കുട്ടികളെ തിരികെ കേരളത്തിൽ പുനരധിവസിപ്പിക്കേണ്ട സാഹചര്യം ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന് KS ശബരിനാഥൻ ആശങ്ക പ്രകടിപ്പിച്ചു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തേണ്ട പണമാണ് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി വിനിയോഗിക്കുന്നതെന്ന് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞു. ചർച്ചയുടെ ഭാഗമായി കേരളത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിനുള്ള മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ച് സംവാദം നടന്നു. 24 കൊച്ചി. അന്തരിച്ച പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് കീഴ്പ്പാക്കത്തെ സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക. രാവിലെ 10 മണിയോടെ ഫ്രോണ്ടിയർ ലൈഫ് കെയർ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് ചെന്നൈയിൽ നോർക്ക സ്പെഷ്യൽ ഓഫീസർ അനു P ചാക്കോ അന്തിമോപചാരം അർപ്പിക്കും. ഗോവ, തമിഴ്നാട് ഗവർണർമാർ ഇന്നലെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. യെസ്, അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 7500 കിലോമീറ്ററോളം വരുന്ന ഇന്ത്യൻ തീരദേശത്തിന് അതിന്റെ സുരക്ഷ ഒരുക്കുന്നതാണ് കോസ്റ്റ് ഗാർഡിന്റെ പ്രധാനപ്പെട്ട ചുമതല. കോസ്റ്റ് ഗാർഡ് ഡേ ആണെന്ന്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇന്ന് സ്പെഷ്യൽ ചടങ്ങുകളുണ്ട്. അപ്പം പതാക ഉയർത്തലടക്കമുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഗാർഡ് ജെട്ടിക്കകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഷിപ്പുകളൊക്കെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യ അതിഥി ഇന്നത്തെ കോസ്റ്റ് ഗാർഡ് ഡേ ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ മുഖ്യ അതിഥി ഗവർണറാണ്. ഗവർണർ എത്തുന്ന ഡോക്കാണത്. ഈ ഷിപ്പിലാണ് ഗവർണർ എത്തുക എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ കുറിച്ച് നമുക്കൊരു റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാലോ. 49ാം കോസ്റ്റ് ഗാർഡ് ദിനമാണിന്ന്. നമ്മുടെ ആ നീണ്ടു പരന്നു കിടക്കുന്ന ആ തീരദേശത്തെ സംരക്ഷിക്കുന്നതിൽ ഇവരുടെ ആ ഒരു പങ്ക് പ്രശംസനീയമാണ്. യെസ്, അപ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഗാർഡിന്റെ വിശേഷങ്ങൾ. അറുപതുകളിൽ കടൽ മാർഗമുള്ള കള്ളക്കടത്ത് ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ സമയത്താണ് അതിന് തടയിടുന്നതിനായി ഒരു സേന ആവശ്യമാണെന്ന് നാഗ് ചൌധരി കമ്മിറ്റി കണ്ടെത്തുന്നത്. ഈ ദൗത്യത്തിനായി 1973 ഇന്ത്യൻ നാവികസേനാംഗങ്ങളെ നിയമിച്ചെങ്കിലും സൈനികേതരമായ ഒരു സേന ഇതിനാവശ്യമാണെന്ന് അന്നത്തെ നാവികസേനാ മേധാവി അഡ്മിറൽ സുരേന്ദ്രനാഥ് കോഹ്ലി സർക്കാരിനെ അറിയിച്ചു. തുടർന്ന് രൂപീകരിച്ച KF റസ്തംജി കമ്മിറ്റി 1975 കോസ്റ്റ് ഗാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. ഫെബ്രുവരി 1 2 ഫ്രിഗേറ്റുകളും 5 പെട്രോൾ ബോട്ടുകളുമായാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് തീരസംരക്ഷണ സേനയിൽ 178 പെട്രോൾ കപ്പലുകളും 77 ഡോണിയർ വിമാനങ്ങളും 14 ഹോവർക്രാഫ്റ്റുകളും 200ഓളം ഹെലികോപ്റ്ററുകളും
2000-ത്തിലധികം ചെറു ബോട്ടുകളുമുണ്ട്. കടൽ മാർഗമുള്ള കള്ളക്കടത്ത് തടയൽ, കടൽ സമ്പത്ത് സംരക്ഷിക്കൽ, മത്സ്യത്തൊഴിലാളികളുടെയും നാവികരുടെയും സംരക്ഷണം, അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങി നിരവധി ചുമതലകളാണ് കോസ്റ്റ് ഗാർഡിനുള്ളത്. 580 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള കേരളത്തിന്റെ തീരപ്രദേശത്തും കോസ്റ്റ് ഗാർഡ് നിരീക്ഷണം ശക്തമാണ്. റിസർച്ച് ഡെസ്ക് 24. അതൊക്കെയാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശേഷങ്ങൾ. നമ്മളുള്ളത് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് തന്നെയാണ്. ഇത് നമുക്ക് പിറകിൽ കാണുന്ന ഇവിടെ തൊട്ട് പിറകിൽ കാണുന്ന ഞാൻ ഈ കൈ ചൂണ്ടുന്ന ആ ഭാഗത്തായിട്ടാണ് 7 മണിക്ക് കറക്റ്റ് 7 മണിക്ക് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുന്നതാ. നമുക്ക് ആ ചടങ്ങിലേക്ക് പോവാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 49ാം സ്ഥാപക ദിനമാണിന്ന്. 7500 കിലോമീറ്ററോളം വരുന്ന ഇന്ത്യൻ തീരസംരക്ഷണ സേനയ്ക്ക് തീരദേശത്തിന് സംരക്ഷണമൊരുക്കുക എന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. കടൽ മാർഗമുള്ള കള്ളക്കടത്ത് തടയുക, ഒപ്പം മീൻ പിടിക്കാൻ പോകുന്നവർക്ക് സംരക്ഷണം ഉറപ്പാക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന കോസ്റ്റ് ഗാർഡ് അതിന്റെ ആസ്ഥാന ദിനം ആചരിക്കുകയാണ്. അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തങ്ങനെ ചടങ്ങുകൾക്ക് തുടക്കമാവും. അവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നു. സമീപത്ത് സൂര്യോദയം കൂടെ കാണുന്നു. അപ്പോൾ സൂര്യോദയം ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വാർത്ത പറയാം. ഐ ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ ഗോകുലം കേരള FC ഇന്നിറങ്ങും. രാത്രി 7 നടക്കുന്ന എവേ മത്സരത്തിൽ ഇന്റർ കാശിയാണ് എതിരാളികൾ. ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന മത്സരത്തിൽ ഇന്റർ കാശിയെ ഗോകുലം 2-6 ഗോളിന് തകർത്തിരുന്നു. ആ പ്രകടനം ആവർത്തിക്കുകയാണ് മലബാറിയൻസിന്റെ ലക്ഷ്യം. 11 മത്സരങ്ങളിൽ 19 പോയിന്റുമായി ലീഗിൽ 3ാം സ്ഥാനത്താണ് ഗോകുലം. ഇന്ന് 4 ഗോൾ വ്യത്യാസത്തിൽ ജയിക്കാനായാൽ 1ാം സ്ഥാനത്തേക്ക് ഉയരാൻ ഗോകുലത്തിന് കഴിയും. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാന ദിനത്തിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അല്ലെ. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു സീനാണ്. കാരണം തൊട്ടിപ്പിറകിൽ നമുക്ക് കാണാം, സണ്ണിനെ കാണാം, സൂര്യനെ കാണാം. ഇന്ത്യൻ പതാകയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പതാകയും ഒരുമിച്ച് പാറുന്നു. അങ്ങനെ സ്ഥാപക ദിന ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് മുഖ്യ അതിഥിയായി ഗവർണറാണ് പങ്കെടുക്കുന്നത്. 11 മണിക്കൂറാണ് ചടങ്ങുകളൊക്കെ നടക്കാൻ അറിയാൻ കഴിയുന്നുണ്ട് ഇവിടുന്ന്. അതെ, അപ്പോൾ പാറിപ്പറക്കട്ടെ ഭാരത പതാക. ഒപ്പം തന്നെ ആ സൂര്യൻ ഉദിച്ചുയരുന്നത് നമ്മുടെയും ഒരു ഉദയത്തിന്റെ, രാജ്യത്തിന്റെ ഓരോ മേഖലകളിലും ഉദയമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ബജറ്റിലേക്ക് ഇന്ന് നമുക്ക് പോകാനാവട്ടെ. അപ്പോഴും ബജറ്റ് മറക്കുന്നില്ല. ഇല്ല, ഒരിക്കലും മറക്കില്ല. കാരണം അതുണ്ടെങ്കിലല്ലേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ കോസ്റ്റ് ഗാർഡ് ദിനത്തിൽ ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഈ ആസ്ഥാനത്ത് എത്താൻ പറ്റി. അപ്പൊ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് ആസ്വദിക്കേണ്ടതുണ്ട്. മോർണിംഗ് വാക്കിന്റെ സമയം ഏതാണ്ട് പൂർത്തിയാവുന്നുണ്ട്. ഒരു വാർത്ത കൂടെ പറയണമെന്ന് തോന്നുന്നു. എറണാകുളം മുനമ്പത്ത് വ്യാജ തിരിച്ചുവരയിൽ രേഖകളുമായി 27 ബംഗ്ലാദേശികൾ പിടിയിലായ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. കൂടുതൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നിടങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വ്യാജ ആധാർ അടക്കമുള്ള രേഖകൾ തയ്യാറാക്കാൻ കേരളത്തിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ സ്ത്രീകളും സംഘത്തിലുണ്ട് എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അറസ്റ്റിലായ 27 ബംഗ്ലാദേശികളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. NDAയുമായി അതിർത്തി നിലനിൽക്കുന്നതിനിടയിൽ BDJA സംസ്ഥാന കൗൺസിലിന്റെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന യോഗത്തിൽ NDAയിൽ തുടരുന്ന കാര്യമടക്കം ചർച്ചയാകും. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടും അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്തതിൽ പല ജില്ലാ കമ്മിറ്റികളും അതൃപ്തിയിലാണ്. മുന്നണി വിട്ടുപോകണമെന്ന പൊതുവികാരമാണ് കോട്ടയത്ത് ചേർന്ന BDJS ക്യാമ്പിലുണ്ടായത്. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ കമന്റുമായി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം തിരിച്ചും അങ്ങോട്ട് ആശംസിക്കുകയാണ്. മോർണിംഗ് വാക്ക് പൂർത്തിയാവുന്നു.